എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് വാക്കുകളാണ്. അതായത് ആ വാക്കുകൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുഞ്ഞു വാക്കുകളാണെങ്കിലും ഇത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ്. അതായത് ഒരാളോടൊരു കാര്യം ചെയ്യൂ, ഉറങ്ങൂ, പഠിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ചെയ്യുന്നൊരു കാര്യവുമാണ്. അതുകൂടാതെ അത് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ. ഇത് കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവരെയൊക്കെ ഹിന്ദി സംസാരിക്കാൻ ട്രെയിൻ ചെയ്യുന്നതിനും അതുപോലെ ക്ലാസ് റൂമിൽ ടീച്ചേഴ്സിനും കുട്ടികളോട് ഈ കുഞ്ഞു കുഞ്ഞു വാചകങ്ങളൊക്കെ പറഞ്ഞ് ചെറിയ ക്ലാസ് തൊട്ട് തന്നെ അവരെ ഒന്ന് ട്രെയിൻ ചെയ്യിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. ആദ്യം നമുക്ക് നോക്കാം. പോകൂ. ഒരാളോട് നമ്മൾ പോകൂ എന്ന് പറയുവാണ്. അതായത് പോകുക എന്നുള്ളതിന് ഹിന്ദിയിൽ വെർബ് ജാന എന്നാണ്. ജാന, പോകുക. ഇനി ഒരാളോട് പോകൂ എന്ന് പറയണമെങ്കിൽ ജാവോ, ജാവോ. ഗോ അല്ലെ, ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഗോ. പോകൂ, ജാവോ, ഗോ. ഇനി നിങ്ങൾ പോകൂ എന്നാണെങ്കിലോ തും ജാവോ എന്ന് നമുക്ക് പറയാം. ഇനി കുറച്ചുകൂടി റെസ്പെക്റ്റോടുകൂടി പറയണം എന്നാണെങ്കിൽ ജായിയേ എന്ന് നമുക്ക് പറയാം. ജായിയേ അതായത് പോയാലും. ഓക്കെ, പ്ലീസ് ഗോ. പോകൂ, ജാവോ, ഗോ. അടുത്തത് വരൂ. വരിക എന്നുള്ളതിന് ആന എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. വരിക, ആന. ഇനി വരൂ എന്നാണെങ്കിലോ ആവോ, ആവോ, കം. ഓക്കെ, കം. ഇനി കുറച്ചുകൂടി റെസ്പെക്റ്റോടുകൂടി പറയണമെങ്കിൽ ആയിയേ, പ്ലീസ് കം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ആയിയേ, ഈയേ ചേർത്ത് കൊടുക്കുക എന്തെങ്കിലും. ആയിയേ, കം. ഇനി അടുത്ത് നോക്കാം. തരൂ. തരിക എന്നുള്ളതിന് ദേന എന്നാണ് ഹിന്ദി പറയുന്നത്. ദേന. അപ്പൊ തരൂ എന്നാവണമെങ്കിൽ ദേദോ എന്നാക്കി പറയണം. ദേദോ, ഗവ്. ഓക്കെ, തരൂ, ദേദോ, ഗവ്. എനിക്ക് തരൂ എന്നാണെങ്കിൽ എനിക്ക് എന്നുള്ളതിന് മുജേ, മുജേ ദേദോ. ഓക്കെ, മുജേ ദേദോ. ഈ പെൻസിൽ മുജേ ദേദോ. ഈ പെൻസിൽ എനിക്ക് തരൂ. ഈ പെൻസിൽ മുജേ ദേദോ. അടുത്തത് എടുക്കൂ. എടുക്കൂ എന്നാണെങ്കിൽ ടേക്ക് അല്ലെ. ലേന എന്നാണ് പറയുന്നത്. ലേന. അത് എടുക്കൂ എന്ന് പറയുമ്പോൾ ലേലോ. ഓക്കെ, എടുക്കൂ, ലേലോ. എടുക്കുക, ലേന. എടുക്കൂ, ലേലോ, ടേക്ക്. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് വേറെ വാക്കുകൾ ആഡ് ചെയ്ത് അതൊരു വലിയ സെന്റൻസ് ആക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വാക്കുകളോട് നോക്കാം. ഇരിക്കൂ. ഇരിക്കുക എന്നുള്ളതിന് ബൈഠന. ഇരിക്കുക, ബൈഠന, സെറ്റ്. ഇരിക്കൂ എന്നാണെങ്കിലോ ബൈഠോ, സെറ്റ്. ഓക്കെ, ഇനി ബൈഠോ എന്നുള്ളതിന് നമുക്ക് കുറച്ചുകൂടി റെസ്പെക്റ്റോടുകൂടി ബൈഠിയേ, പ്ലീസ് സെറ്റ്, അല്ലെങ്കിൽ സെറ്റ് ഡൗൺ, പ്ലീസ് സെറ്റ് ഡൗൺ എന്നൊക്കെ നമുക്ക് പറയാം. ഇരിക്കൂ, ബൈഠോ, സെറ്റ്. അടുത്തത് നടക്കൂ. നടക്കൂ എന്നുള്ളതിന് നടക്കുക എന്നുള്ളതിന് ചലനയാണ്. നടക്കൂ എന്നാവുമ്പോൾ ചലോ. ഓക്കെ, ചലോ, വോക്ക്. എണീക്കൂ അല്ലെ. ഇരിക്കുന്നിടത്ത് നിന്ന് എണീക്കാവാം, അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ എണീക്കുന്നതും ആവാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ വേക്കപ്പ്. ഇരിക്കുന്നിടത്ത് നിന്ന് എണീക്കുന്നതിനാണെങ്കിൽ സ്റ്റാൻഡപ്പ്. പക്ഷെ ഹിന്ദിയിൽ ഉഠോ. ഓക്കെ, എണീക്കൂ, ഉഠോ, സ്റ്റാൻഡപ്പ്. അടുത്തത് കളിക്കുക. കളിക്കുക എന്നുള്ളതിന് ഖേൽന. കളിക്കൂ എന്നാണെങ്കിലോ ഖേലോ. കളിക്കൂ, ഖേലോ, പ്ലേ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനൊക്കെ നമ്മൾ കുറച്ചുകൂടി റെസ്പെക്റ്റിൽ പറയണമെങ്കിൽ ബൈഠിയേ, ചലിയേ, ഉഠിയേ, ഖേലിയേ എന്നൊക്കെ പറയും. അപ്പൊ പറയുന്ന ആൾ ആരാണോ, ആരോടാണോ നമ്മൾ പറയുന്നത്, അവര് ബഹുമാനം കൊടുക്കേണ്ട ആൾക്കാരാണെങ്കിൽ നമ്മൾ അങ്ങനെ ഈയെ ചേർത്ത് പറയും. അടുത്ത് നോക്കുക, ഓടൂ. ഓടൂ എന്നാണെങ്കിൽ ഓടുക എന്നുള്ളതിന് ദൗഡന. ഓടുക, ദൗഡന. ഓടൂ എന്നാവുമ്പോ ദൗഡോ, റൺ. ഓടൂ, ദൗഡോ, റൺ. അടുത്തത് കഴിക്കൂ അല്ലെ. കഴിക്കൂ എന്നുള്ളതിന് ഖാവോ. കഴിക്കുക എന്നുള്ളത് ഖാന, കഴിക്കൂ എന്നുള്ളത് ഖാവോ. ഇനി ഖാന എന്നുള്ളത് വെർബ് ആണെങ്കിലാണ് കഴിക്കുക. അതൊരു നൗൺ ആണെങ്കിൽ ഫുഡ് എന്നാണ് അർത്ഥം. ഓക്കെ, ഖാന എന്നുള്ള വാക്കിന് ഹിന്ദിയിൽ രണ്ടർത്ഥമുണ്ട്. അതൊരു പേരാണെന്നാണെങ്കിൽ ഫുഡാണ്. ഇനി അതൊരു ക്രിയയാണ്, വെർബ് ആണെങ്കിൽ കഴിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, കഴിക്കൂ, ഖാവോ, ഈറ്റ്. ഫുഡ് കഴിക്കൂ, ഖാന ഖാവോ എന്ന് നമുക്ക് പറയാം. അടുത്തത് കുടിക്കുക. കുടിക്കുക എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ പീന എന്നാണ് പറയുന്നത്. പീന. ഇനി കുടിക്കൂ എന്നാണെങ്കിലോ പിയോ. ഓക്കെ, ഡ്രിങ്ക്. കുടിക്കൂ, പിയോ, ഡ്രിങ്ക്.
ഇനി വെള്ളം കുടിക്കൂന്ന് എങ്ങനെ പറയാം? വെള്ളത്തിനെ പാനി എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ പാനി പിയോ, വെള്ളം കുടിക്കൂ, ഡ്രിങ്ക് വാട്ടർ. അടുത്ത വാക്കാണ് ഉറങ്ങുക. ഉറങ്ങുക എന്നുള്ളതിന് ഹിന്ദിയിൽ സോന എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ഖാന കഴിക്കുക എന്ന് പറഞ്ഞതുപോലെ രണ്ട് മീനിങ്ങിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ ഇവിടെ ഉറങ്ങുക എന്നുള്ളത് സോനയാണ്. പക്ഷേ സോനയ്ക്ക് ഹിന്ദിയിൽ രണ്ടർത്ഥമുണ്ട്. സോന എന്ന് പറഞ്ഞാൽ ഒരു വെർബാണ്, ക്രിയയാണ് എന്നാണെങ്കിൽ ഉറങ്ങുക എന്നും, ഇനി ഒരു നൗൺ ആണ്, ഒരു പേരാണെന്നാണെങ്കിൽ അതിനർത്ഥം സ്വർണം എന്നാണ്, ഗോൾഡ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഉറങ്ങൂ എന്നെങ്ങനെ പറയാം? സോ ജാവോ. ഓക്കെ, ഉറങ്ങൂ, സോ ജാവോ, സ്ലീപ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഓടൂ, ദൗഡോ, റൺ. കഴിക്കൂ, ഖാവോ, ഈറ്റ്. കുടിക്കൂ, പിയോ, ഡ്രിങ്ക്. ഉറങ്ങൂ, സോ ജാവോ, സ്ലീപ്. അടുത്ത വാക്ക് നോക്കാം, കിടക്കുക. ഓക്കെ, കട്ടിലിൽ കിടക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ കിടക്കുക എന്നുള്ളതിന് ലേട്ടന എന്നാണ് പറയുന്നത്, ലൈ ഡൗൺ. കിടക്കുക, ലേട്ടന. ഓക്കെ, അപ്പോ കിടക്കൂ എന്നെങ്ങനെ പറയാം? ലേട്ടോ. ഓക്കെ, കിടക്കൂ, ലേട്ടോ, ലൈ ഡൗൺ. ഇനി അടക്കുക. അടക്കുക എന്ന് പറഞ്ഞാൽ ബന്ദ് കർണ. അടക്കുക, ബന്ദ് കർണ, ക്ലോസ്. ഇനി അടക്കൂ എന്നെങ്ങനെ പറയാം? ബന്ദ് കരോ. അടക്കൂ, ബന്ദ് കരോ, ക്ലോസ്. വാതിലടക്കൂ എന്നെങ്ങനെ പറയാം? വാതിൽ, ദർവാസ. വാതിലടക്കൂ, ദർവാസ ബന്ദ് കരോ. അടുത്ത തുറക്കുക. ഇതേ കാര്യം തന്നെ അല്ലെ. തുറക്കൂ എന്നെങ്ങനെ പറയാം? ഖോലോ. തുറക്കുക, ഖോൽന. തുറക്കൂ, ഖോലോ, ഓപ്പൺ. വാതിൽ തുറക്കൂ, ദർവാസ ഖോലോ. ജനല് തുറക്കൂ, വിൻഡോ തുറക്കൂ എന്നെങ്ങനെ പറയാം? ഖിഡ്കി ഖോലോ, ഓപ്പൺ ദി വിൻഡോ. അടുത്ത ധരിക്കുക. ധരിക്കുക എന്നുള്ളതിന് പഹന്ന എന്നാണ്. ധരിക്കൂ എന്നാവുമ്പോ പഹനോ, വെയർ. ഓക്കെ, അടുത്ത നോക്കാം, നോക്കൂ. നോക്കൂ എന്നെങ്ങനെ പറയാം? നോക്കുക എന്നുള്ളതിന് ദേഖന. നോക്കുക, ദേഖന. നോക്കൂ, ദേഖോ, ലുക്ക്. ഓക്കെ, എന്നെ നോക്കൂ എന്നെങ്ങനെ പറയാം? എന്നെ എന്നുള്ളതിന് മുജെ. മുജെ ദേഖോ അല്ലെ, മുജെ ദേഖോ. ഇനി അവനെ നോക്കൂ, ഉസെ ദേഖോ, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ വാക്കുകൾ ചേർത്ത് ചേർത്ത് സെന്റൻസ് ഉണ്ടാക്കാം. അടുത്തത് കേൾക്കുക, സുന്ന. കേൾക്കുക, സുന്ന. കേൾക്കൂ, സുനോ, ലിസൺ. കേൾക്കുക, സുന്ന. കേൾക്കൂ, സുനോ, ലിസൺ. ഓക്കെ, അടുത്തത് പിടിക്കുക. എന്തെങ്കിലും ഒരു സാധനം കൈ കൊടുക്കുമ്പോൾ ഇത് പിടിക്കൂ എന്നെങ്ങനെ പറയാം? പിടിക്കുക എന്നുള്ളതിന് പക്കടുന്ന. പിടിക്കുക, പക്കടുന്ന. പിടിക്കൂ, പക്കടോ. പിടിക്കൂ, പക്കടോ. ഇത് പിടിക്കൂ, യെ പക്കടോ അല്ലേ. ഹോൾഡ്. ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നേ? ഹോൾഡ്. പിടിക്കൂ, പക്കടോ, ഹോൾഡ്. അടുത്തത് എഴുതുക. എഴുതുക എന്നുള്ളതിന് ലിഖന. എഴുതുക, ലിഖന. എഴുതൂ, ലിഖോ, റൈറ്റ്. അടുത്തത് പഠിക്കൂ അല്ലെ. പഠിക്കൂ എന്ന് പറയുമ്പോൾ ലേൺ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ സീഖോ. പഠിക്കൂ, സീഖോ, ലേൺ. പഠിക്കുക, സീഖന, ലേണിംഗ്. പഠിക്കൂ, സീഖോ, ലേൺ. അടുത്തത് പാടുക. പാടുക എന്നുള്ളതിന് ഗാന. നേരത്തെ നമ്മൾ ഉറങ്ങുക, കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് രണ്ട് മീനിങ് പറഞ്ഞ പോലെ ഇവിടെ പാടുക എന്നുള്ളതിനും ഹിന്ദിയിൽ രണ്ട് മീനിങ് ഉണ്ട്. പാടുക എന്നുള്ളതിന് ഹിന്ദി പറയുന്നത് ഗാന എന്നാണ്. അതുപോലെ ഗാനക്രിയയാണ്. വെർബാണെങ്കിൽ പാടുക, അതൊരു നൗൺ ആണെങ്കിൽ ഗീത്, പാട്ട് എന്നാണ് അർത്ഥം. ഗാന, പാട്ട് പാടൂ, ഗാന ഗാവോ. ഓക്കെ, സിംഗ് ദ സോങ് നമുക്ക് പറയാം. അപ്പൊ ഗാന എന്നുള്ളത് നിങ്ങൾക്ക് മാറിപ്പോരുത്, ഒരു വെർബാണ് എന്നാണെങ്കിൽ അതിന് ചേഞ്ചസ് വരും. നൗണിന് ചേഞ്ച് വരില്ല, ഗാന എന്ന് തന്നെ വരുള്ളൂ. പക്ഷെ വെർബിനാണെങ്കിൽ ചേഞ്ച് വരും. ഗാവോ, ഗായിയേ, ഗാത്തി ഹേ എന്നൊക്കെ പറഞ്ഞ വ്യത്യാസങ്ങൾ വരും. അപ്പൊ അതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പൊ പാടു, ഗാവോ, സിംഗ്. അടുത്ത് വൃത്തിയാക്കുക. വൃത്തിയാക്കുക എന്നുള്ളതിന് സാഫ് കർണ എന്നാണ് അർത്ഥം. വൃത്തിയാക്കുക, സാഫ് കർണ. ഇനി വൃത്തിയാക്കൂ എന്ന ഇൻസ്ട്രക്ഷൻ ആയിട്ട് എങ്ങനെ പറയാം? സാഫ് കരോ. സാഫ് കരോ, ക്ലീൻ. വൃത്തിയാക്കൂ, സാഫ് കരോ, ക്ലീൻ. മുറി വൃത്തിയാക്കൂ എന്നെങ്ങനെ പറയാം? കമര സാഫ് കരോ, ക്ലീൻ ദ റൂം. ഓക്കെ, അടുത്തത് വലിക്കുക. വലിക്കുക എന്നുള്ളതിന് ഖീഞ്ചിന. വലിക്കുക, ഖീഞ്ചിന. അപ്പൊ വലിക്കൂ എന്നെങ്ങനെ പറയാം? ഖീഞ്ചോ. വലിക്കൂ, ഖീഞ്ചോ. പഠിക്കൂ, സീഖോ, ലേൺ. പാടൂ, ഗാവോ, സിംഗ്. വൃത്തിയാക്കൂ,
സാഫ് കരോ, ക്ലീൻ, വലിക്കൂ, ഖീഞ്ചോ, പുൾ. അടുത്ത നോക്കുക, ചെയ്യുക, കാര്യം ചെയ്യുക അല്ലെങ്കിൽ ജോലി ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ചെയ്യുക എന്നുള്ളതിനെ ഹിന്ദിയിൽ കർണ എന്നാണ് പറയുന്നത്. ചെയ്യുക, കർണ. ഇനി ചെയ്യൂ എന്ന് പറഞ്ഞാലോ കരോ. ഓക്കെ, ഡു. ചെയ്യൂ, കരോ, ഡു. ഹോംവർക്ക് ചെയ്യൂ എങ്ങനെ പറയാം? ഹോംവർക്ക് കരോ, ഡു ദ ഹോംവർക്ക്. ഓക്കെ, ഹോംവർക്ക് കരോ, ഹോംവർക്ക് ചെയ്യൂ. അടുത്തത് വിളിക്കുക. വിളിക്കുക എന്നുള്ളതിന് ബുലാന. വിളിക്കുക, ബുലാന. ഇനി വിളിക്കൂ എന്നെങ്ങനെ പറയാം? ബുലാവോ, കോൾ. ഓക്കെ, വിളിക്കൂ, ബുലാവോ, കോൾ. അവനെ വിളിക്കൂ എന്നെങ്ങനെ പറയാം? ഉസെ ബുലാവോ, കോൾ ഹിം. ഉസെ ബുലാവോ, കോൾ ഹിം. അടുത്തത് വെട്ടുക, എന്തെങ്കിലും മുറിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോ വെട്ടുക എന്നുള്ളതിന് ഹിന്ദിയിൽ കാട്ടുന എന്നാണ് പറയുന്നത്. വെട്ടുക, കാട്ടുന. ഇനി വെട്ടു എന്നെങ്ങനെ പറയാം? കാട്ടോ, കട്ട്. വെട്ടു, കാട്ടോ, കട്ട്. അടുത്ത കുളിക്കുക. കുളിക്കുക എന്നുള്ളതിന് നഹാന എന്നാണ് പറയുന്നത്. കുളിക്കുക, നഹാന. കുളിക്കൂ എന്നെങ്ങനെ പറയാം? നഹാവോ, ബാത്ത്. കുളിക്കൂ, നഹാവോ, ബാത്ത്. ചെയ്യൂ, കരോ, ഡു. വിളിക്കൂ, ബുലാവോ, കോൾ. വെട്ടു, കാട്ടോ, കട്ട്. കുളിക്കൂ, നഹാവോ, ബാത്ത്. അടുത്ത നോക്കാം, അലക്കുക. അലക്കുക എന്നുള്ളതിന് ധോന എന്നാണ് പറയുന്നത്. അലക്കുക, ധോന. ഇനി അലക്കു എന്നെങ്ങനെ പറയാം? ധോലോ. ഓക്കെ, ധോലോ, വാഷ്. അലക്കു, ധോലോ, വാഷ്. വസ്ത്രം അലക്കൂ എന്നെങ്ങനെ പറയാം? കപ്പടെ ധോലോ, അല്ലെ? കപ്പടെ ധോലോ, വാഷ് ദ ക്ലോത്ത്സ്. അടുത്ത ആടുക. ഓക്കെ, സ്വിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആടുക എന്നുള്ളതിന് ജൂൽന. ഓക്കെ, ഊഞ്ഞാലാടുക, ജൂല ജൂൽന. ഊഞ്ഞാലാടുക, ജൂല ജൂൽന. ഇനി ആടൂ എന്നെങ്ങനെ പറയാം? ജൂലോ, സ്വിങ്. ആടു, ജൂലോ. അടുത്ത പറയുക. പറയുക എന്നുള്ളതിന് കഹന. പറയുക, കഹന. പറയൂ എന്നാണെങ്കിൽ കഹോ. പറയൂ, കഹോ, സേ. പറയൂ, കഹോ, സേ. ഇനി സംസാരിക്കുക എന്നാണെങ്കിലോ? സംസാരിക്കുക എന്നുള്ളതിന് ബോൽന. സംസാരിക്കൂ എന്ന് പറയുമ്പോ ബോലോ, സ്പീക്ക്. സംസാരിക്കൂ, ബോലോ, സ്പീക്ക്. അടുത്ത അടിക്കുക. ഒരു കുട്ടിയെ അടിക്കുക അല്ലെങ്കിൽ വടി കൊണ്ട് അടിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഹിറ്റ് ചെയ്യുക, അല്ലെ? അതിനെങ്ങനെയാ ഹിന്ദി പറയേണ്ടത്? മാരോ. അടിക്കൂ, മാരോ, ഹിറ്റ്. അടിക്കുക എന്നുള്ളതിന് മാർന. അടിക്കൂ എന്ന് പറയുമ്പോ മാരോ, ഹിറ്റ്. ഒന്നുകൂടി നോക്കാം. അലക്കൂ, ധോലോ, വാഷ്. ആടു, ജൂലോ, സ്വിങ്. പറയൂ, കഹോ, സേ. സംസാരിക്കൂ, ബോലോ, സ്പീക്ക്. അടിക്കൂ, മാരോ, ഹിറ്റ്. അപ്പൊ ഇന്ന് നമ്മൾ കുറേ വെർബ് പഠിച്ചു, ക്രിയ പഠിച്ചു. അതെങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്? ഒരാളോട് ചെയ്യൂ അല്ലെങ്കിൽ സംസാരിക്കൂ എന്നൊക്കെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഈ വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഹിന്ദിയിൽ സംസാരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കുഞ്ഞിലെ തൊട്ട് കുട്ടികളൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുവാണേ അവർക്കത് കുറച്ചുകൂടി വലുതാവുമ്പോൾ നല്ല ബൈ ഹാർട്ട് ആവും. ഓക്കെ, അപ്പം നോർമൽ ലൈഫിൽ നമുക്കത് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.